ഈശോമിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ ലൂക്കാ അറിയിച്ച സുവിശേഷം 2-ാം അധ്യായം 3-ാം വാക്യം. പേരെഴുതിക്കാനായി ഓരോരുത്തരും താന്താങ്ങളുടെ നഗരത്തിലേക്ക് പോയി. ഈശോയുടെ ജനനത്തിന് തൊട്ട് മുൻപുള്ള സംഭവമാണിത് അല്ലെ. ഗർഭിണിയായ മറിയവുമായിട്ട് യോസേപ്പ് പിതാവ് പേരെഴുതിക്കാനായിട്ട് പോവുകയാണ്. വേദന നിറഞ്ഞ ഒരു യാത്ര അല്ലെ. ഒരുപക്ഷെ നമുക്കൊക്കെ ചിന്തിക്കാൻ പറ്റുന്നൊരു കാര്യമുണ്ട്. എന്തുകൊണ്ടാണ് ദൈവം ഇത്രയേറെ സഹനം കൊടുത്തത്? പൂർണ്ണ ഗർഭിണിയായ മറിയവുമായിട്ട് യോസേപ്പ് പിതാവ് യാത്ര ചെയ്യേണ്ടി വരുന്ന സാഹചര്യം, തൻ്റെ പുത്രന് ജന്മം കൊടുക്കാനായിട്ട് സ്ഥലമില്ലാതെ കാലിത്തൊഴുത്തിലേക്ക് യാത്രയല്ലേ. സ്നേഹമുള്ളവരെ, ഈ ഒരു വചനം നമ്മുടെ മുൻപിൽ നമ്മളെ ഓർമ്മിപ്പിക്കുന്ന ഒരു യാഥാർത്ഥ്യമുണ്ട്. സഹനം ഉണ്ടാവും. തമ്പുരാന്റെ വചനമനുസരിച്ച് ജീവിക്കുമ്പോൾ ഒത്തിരിയേറെ സഹനങ്ങളാണ് ഉണ്ടാവുന്നത്. പരിശുദ്ധ കന്യാമറിയവും യോസേപ്പ് പിതാവും പോലും ഇത്രയേറെ സഹനത്തിലൂടെ കടന്നുപോയ വ്യക്തിയാ. ദൈവപുത്രന് ജന്മം ലഭിക്കാനായിട്ട് പോകുന്ന സാഹചര്യത്തില് വീണ്ടും അവരുടെ ജീവിതത്തിലേക്ക് ഒരു സഹനം കൂടി കടന്നു വരികയാ. പേരെഴുതിക്കാനായിട്ട് പൂർണ്ണ ഗർഭിണിയായ മറിയവുമായിട്ട് യാത്ര ചെയ്യേണ്ടി വരുന്ന സാഹചര്യം, വേദന നിറഞ്ഞ ഒരു യാഥാർത്ഥ്യം. സ്നേഹമുള്ളവരെ, ഈ സഹനത്തെയും അവർ പരാതി പറയാതെ സന്തോഷത്തോടുകൂടി സ്വീകരിക്കുന്നത് വിശുദ്ധ ഗ്രന്ഥത്തില് നമ്മൾ കാണുന്നുണ്ട്. നമ്മുടെയൊക്കെ ജീവിതത്തിലും ഇതേപോലെ തന്നെയാണ്. സഹനങ്ങള് ഇഷ്ടം പോലെ ഉണ്ടാവും. ദൈവഹിതത്തിന് യെസ് പറഞ്ഞു എന്നതുകൊണ്ട് നമ്മുടെ ജീവിതത്തില് ഒരു സഹനവും ഒരിക്കലും കുറഞ്ഞു പോകത്തില്ല. തമ്പുരാന്റെ വചനം അനുസരിച്ച് ജീവിക്കാനായിട്ട് നമ്മൾ ആഗ്രഹിക്കുമ്പോഴൊക്കെ നമ്മുടെ ജീവിതത്തില് സഹനങ്ങളും വേദനകളും ഉണ്ടാവും, പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടാവും. ഇവയൊന്നും ദൈവം ഉപേക്ഷിച്ചതല്ല, മറിച്ച് ദൈവം എൻ്റെ ജീവിതത്തില് തരുന്നതാണ് എന്ന് തിരിച്ചറിയാൻ പറ്റണം. കാരണം തമ്പുരാനോട് ചേർന്നിരിക്കുമ്പോഴാണ് നമ്മുടെയൊക്കെ ജീവിതത്തില് പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടാകുന്നത്, സഹനങ്ങളും വേദനകളും ഉണ്ടാകുന്നത്. അതുകൊണ്ടാണ് ഈശോ ശിഷ്യന്മാരോട് കൃത്യമായിട്ട് പറയുന്നുണ്ട് അല്ലെ, നിങ്ങൾ എന്നെ അനുഗമിക്കാനായിട്ട് ആഗ്രഹിക്കുന്നുവെങ്കിൽ സ്വയം പരിത്യജിച്ച് കുരിശെടുത്തുകൊണ്ട് എന്റെ പിന്നാലെ വാ. കാരണം എന്റെ പിന്നാലെ വരിക എന്ന് പറയുന്നത്, എന്റെ വചനമനുസരിച്ച് ജീവിക്കുക എന്ന് പറയുന്നത് ജീവിതത്തില് ഒരിക്കലും എളുപ്പമുള്ള കാര്യമല്ല. ഇഷ്ടംപോലെ സഹനമുള്ള കാര്യമാണ്. വേദനകളും പ്രയാസങ്ങളും നിങ്ങളുടെ ജീവിതത്തില് കടന്നു വരും. അത് തന്നെയാണ് ഈ യോസേപ്പിന്റെയും മറിയത്തിന്റെയും ജീവിതത്തിൽ നമ്മൾ കാണുന്നത്. സ്നേഹമുള്ളവരെ, അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഈ സഹനങ്ങളും പ്രയാസങ്ങളും ഒക്കെ ഉണ്ടാകുമ്പോൾ തമ്പുരാനെ കുറ്റം പറയരുത്. മനസ്സിലാക്കുക, ഇതൊക്കെ എൻ്റെ ദൈവം തരുന്നതാ. എളുപ്പമുള്ള കാര്യമല്ല. അച്ഛനിപ്പോൾ ഒറ്റ വാക്കിൽ പറഞ്ഞു. പക്ഷേ ജീവിതത്തില് ഒന്നിനു പുറകെ ഒന്നൊന്നായിട്ട് സഹനങ്ങൾ വരുമ്പോൾ നമ്മൾ ചിന്തിച്ചു പോകാറുണ്ടല്ലേ, എൻ്റെ ദൈവമേ, നീ എന്നെ ഉപേക്ഷിച്ചു, എന്തിനാണ് ഇത്രയേറെ സഹനങ്ങള് നീ എനിക്ക് തരുന്നത്? അപ്പോൾ ഒന്നോർക്കുക, ഇത് എൻ്റെ ദൈവത്തിന്റെ പദ്ധതിയാണ്. അതൊരിക്കലും എന്റെ നാശത്തിനല്ല, മറിച്ച് എന്റെ നന്മയ്ക്ക് വേണ്ടി. കാരണം എൻ്റെ ദൈവം എന്നെ അത്രയേറെ സ്നേഹിക്കുന്നുണ്ട്. ഈ സ്നേഹം മനസ്സിലാക്കാനായിട്ട് എനിക്ക് സാധിച്ചാല് ഈ സഹനങ്ങളില് ഞാൻ വീണു പോവില്ല. തമ്പുരാനോട് ചേർന്നിരിക്കാനായിട്ട് നമുക്ക് സാധിക്കും. സ്നേഹമുള്ളവരെ, അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിലെ എല്ലാ സഹനങ്ങളെയും ദൈവസന്നിധിയിൽ സമർപ്പിക്കുവാനായിട്ട്, സന്തോഷത്തോടുകൂടി സഹനങ്ങളെ അതിജീവിച്ച് സ്വർഗരാജ്യം നേടിയെടുക്കാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുമ്പോൾ ശ്രമിക്കാം. ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ.